ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ മധുശ്രീ അവരെ വഴിതെറ്റി വിട്ടതിന്റെ ആശ്വാസത്തിൽ അങ്ങനെ നിൽക്കുകയാണ് കാർത്തിക. അപ്പോഴാണ് സത്യഭാമ മധുശ്രീയോട് ചോദിച്ചത്, മധുശ്രീ, നിനക്കറിയാവോ പെണ്ണിനെ, അതേതാ അവള് എന്ന് ചോദിച്ചപ്പോ മധുശ്രീ പറഞ്ഞു, ഞാൻ മുമ്പ് കണ്ടിട്ടില്ല സത്യാമേ എന്ന് മധുശ്രീ കള്ളം പറഞ്ഞ് സത്യഭാമയിൽ നിന്ന് കാർത്തികയെ രക്ഷപ്പെടുത്തുന്നു. അത് കേട്ട സത്യഭാമ തലകുലുക്കി നിൽക്കുമ്പോ രാഘവനാർ പറഞ്ഞു, വിടുഭാമേ, വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ച് ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞതും മധുശ്രീ തൽക്കാലം എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് വേഗം കാർത്തികയുടെ അരികിലേക്ക് പോകുന്നു. ഈ സമയത്ത് മുകളിലെത്തിയ കാർത്തിക പോലീസ് ജീപ്പിൽ കയറി അവരോടൊപ്പം അവിടെ നിന്ന് ചാരുമൂട് ലക്ഷ്യം വെച്ച് പോകുന്ന ജയശങ്കറിനെയും പോലീസിനെയും കണ്ട് ആശ്വാസത്തോടെ കാർത്തിക നിന്നു. അപ്പോഴാണ് കാർത്തികയ്ക്ക് അരികിലേക്ക് മധുശ്രീ എത്തിയത്. ആശ്വാസം കണ്ടെത്തിയ അങ്ങനെ നിൽക്കുന്ന കാർത്തികയ്ക്ക് അരികിലെത്തി മധുശ്രീ ഒന്ന് രൂക്ഷമായിട്ട് നോക്കി. അതിനുശേഷം ഒന്നും മിണ്ടാതെ തന്റെ കയ്യിലിരുന്ന ആ ടാബ്ലറ്റ് കാർത്തികയ്ക്ക് നേരെ നീട്ടി. ദാ ഇത് തന്നെ. അത് കണ്ടതും കാർത്തിക ആകെ ഭയത്തോടെയും മടിയോടെയും മധുശ്രീയെ നോക്കി. മധുശ്രീ, ഞാൻ എന്ന് ചോദിച്ചപ്പോ ഉടനെ മധുശ്രീ പറഞ്ഞു, അവരെ ഇനി നോക്കണ്ട, അവര് ചാരുമൂട് പോയി, നിന്നെ അവർ അന്വേഷിച്ചോളും. എന്നാൽ നീ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ മധുശ്രീ ഞാൻ എന്ന് പറഞ്ഞ് കാർത്തിക വിഷമത്തോടെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കണ്ട ഉടനെ മധുശ്രീയുടെ കയ്യിൽ നിന്ന് ആ ടാബ്ലറ്റ് വേഗം മധുശ്രീ കാർത്തികയുടെ കൈ ബലമായി പിടിച്ചിട്ട് ആ വലത് കൈയിലെ ഉള്ളം കൈയിലേക്ക് വെച്ചു കൊടുത്തു. ആ സമയത്ത് കാർത്തിക ആകെ വിഷമത്തോടെ മധുശ്രീയെ നോക്കി. മധുശ്രീ ഞാൻ എന്ന് വീണ്ടും പറഞ്ഞതും ചെല്ലടി അങ്ങോട്ട് എന്ന് മധുശ്രീ വളരെ ഗൗരവത്തിൽ കാർത്തികയോട് അറിയിച്ചു. കാർത്തിക ആകെ വിഷമത്തോടെ അതുമായി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ തന്റെ ലക്ഷ്യം നിറവേറ്റാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ മധുശ്രീ അങ്ങനെ ഇരിക്കുമ്പോഴാണ് താഴെ രാഘവൻ നായർ എല്ലാവരോടും ചോദിച്ചത്, അല്ല, ഇവിടെ നമ്മുടെ പിറന്നാളുകാരികൾ എവിടെ? ഇത് ഡ്രസ്സ് മാറാൻ പോയിട്ട് ഇതുവരെയായിട്ടും എത്തിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ മുകളിൽ നിന്ന് പൊന്നി പറഞ്ഞു, ദാ വരുന്നുണ്ട് രാഘവൻ സാറേ എന്നറിയിച്ചു. അപ്പോഴേക്കും ശാലിനി രണ്ട് കുട്ടികളെയും തന്റെ ഇരു കൈകളിലും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും ആ ഡ്രസ്സെല്ലാം ഇടിയിച്ച് സന്തോഷത്തോടെ താഴേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. പൊന്നിയും പിന്നാലെ അവിടേക്ക് എത്തിയത് കണ്ട് എല്ലാവരും വളരെ സന്തോഷത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ രോഹിത് സത്യാമ്മയെ നോക്കിയിട്ട് പറഞ്ഞു, കണ്ടോ സത്യാമ്മേ, ശരിക്കും അളവെടുത്ത് തയ്പ്പിച്ചതുപോലെ തന്നെയുണ്ട് രണ്ടുപേരുടെയും ഡ്രസ്സ്, കണ്ടോ എന്ന് പറഞ്ഞ് രോഹിത് സത്യാമ്മയെ ചൂണ്ടിക്കാട്ടി. അപ്പോഴേക്കും സത്യഭാമ ഒട്ടും താല്പര്യമില്ലാതെ അവിടെ ശാലിനി വാങ്ങിച്ചു കൊണ്ടുവന്ന ആ ഡ്രസ്സിലേക്ക് വെറുതെ ഒന്ന് നോക്കി. സത്യാമ്മ ഒരു കമാൻഡും ഒരു രീതിയിലും ഒരു അഭിപ്രായം പറയാതെ അങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ അത് കണ്ടിട്ട് അവിടെ നിന്ന് കമലം പറഞ്ഞു, ആ എടുത്തിയമ്മേ, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ രണ്ടുപേരുടെയും ഡ്രസ്സ് എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് കമലം വലിയ സന്തോഷത്തിൽ ഉറക്കെ വിളിച്ച് പറയുന്നത് കേട്ട് സത്യഭാമ കമലിനെ വിളിച്ചു. ഡാ കമല എന്ന് വിളിച്ചതും സത്യഭാമയുടെ നോട്ടം കണ്ട് കമലം പെട്ടെന്ന് തലയൊക്കെ ചൊറിഞ്ഞുകൊണ്ട് ആലോചിച്ചു, പിന്നെ എടുത്തിയമ്മ എന്നല്ലാതെ അമ്മാവാന്ന് വിളിക്കാൻ പറ്റുമോ എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കമലൻ അങ്ങനെ നിന്നു. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, കൊള്ളാം, നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞ് രാഘവൻ നായരും സന്തോഷത്തോടെ അവർ ഇരുവരുടെയും ആ ഡ്രസ്സ് നോക്കി അങ്ങനെ പുഞ്ചിരിയോടെ സംസാരിക്കുമ്പോൾ സ്റ്റേർ ഇറങ്ങി വരുന്ന കാർത്തികയെ ശാലിനി കാണുന്നു. ഇവള് എന്തെടുക്കുകയായിരുന്നിരിക്കും എന്ന് ശാലിനി മനസ്സിലങ്ങനെ ആലോചിച്ച് കാർത്തികയെ നോക്കിയതും താഴെ നിൽക്കുന്ന വിഷ്ണുവിനെയും ശാലിനി നോക്കി. അപ്പോഴേക്കും കാർത്തിക ഇറങ്ങി വരുന്നത് കണ്ട് ശാലിനി അങ്ങനെ നോക്കിയെന്ന് മനസ്സിലാക്കിയ സത്യഭാമ ഇവളിത് ആരെയും നോക്കുന്നതെന്നറിയാൻ വേഗം മുകളിലേക്ക് നോക്കി. കാർത്തികയെ കണ്ടതോടെ ശാലിനിയുടെ മുഖം മങ്ങുന്നത് കണ്ടതോടെ സത്യഭാമയ്ക്ക് സന്തോഷമായി. ഉടനെ തന്നെ സത്യഭാമ മുകളിലേക്ക് നോക്കി കാർത്തികയെ വിളിച്ചു, ആ ഇറങ്ങി വാ മോളെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് സത്യഭാമ കാർത്തികയെ ശാലിനിയുടെ മുന്നിലേക്ക് ക്ഷണിച്ചു. കാർത്തിക ആകെ വിഷമത്തോടെ താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് സത്യഭാമ വളരെ അഹങ്കാരത്തോടെ ശാലിനിയുടെ മുഖത്തേക്ക് നോക്കി. അങ്ങനെ സത്യഭാമ ജയിച്ചതിന്റെ അഹങ്കാരത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ കാർത്തിക താഴേക്ക് ഇറങ്ങി വരുന്നതിന് പിന്നാലെ മധുശ്രീയും അവിടെ സ്റ്റേറിനരികിലേക്ക് എത്തി. കാർത്തിക അരികിലേക്ക് എത്തിയത് കണ്ട് സത്യഭാമ വളരെ സ്നേഹത്തോടെ അരികിലേക്ക് ചേർത്ത് നിർത്തി. ആ എന്റെ പൊന്നുമോളിങ്ങി വാ എന്ന് പറഞ്ഞ് കാർത്തികയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൂടി കൊടുത്ത് സത്യഭാമ സന്തോഷത്തോടെ സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിനിടയിൽ ശാലിനി ഇതെല്ലാം കാണുന്നുണ്ടല്ലോ എന്ന് സത്യഭാമ ഒരു ഏറുകണ്ണിട്ട് നോക്കി ശാലിനിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ വേഗം വിഷ്ണുവിന്റെ അരികിലേക്ക് കാർത്തികയെ ചേർത്ത് നിർത്തി. വിഷ്ണു അതൊട്ടും ഇഷ്ടപ്പെടാത്തതുപോലെ അങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ ശാലിനിയെ വേദനിപ്പിക്കുവാനായി വിഷ്ണുവിന്റെ അരികിലേക്ക് കാർത്തികയെ നിർത്തിയതിന്റെ സന്തോഷത്തിൽ സത്യഭാമ ശാലിനിയെ നോക്കി. അപ്പോഴേക്കും രാഘവൻ നായരും ശ്യാമയുമൊക്കെ അതൊട്ടും ഇഷ്ടപ്പെടാതെ മുഖം തിരിച്ചങ്ങനെ നിൽക്കുമ്പോൾ മുകളിൽ നിൽക്കുന്ന മധുശ്രീയെ ശാലിനി കണ്ടു.
മധുശ്രീയുടെ വരവ് കൂടിയായതോടെ ശാലിനിക്കാകെ സംശയമായി. അല്ല, ഇവർ രണ്ടുപേരും കൂടി എന്തായിരിക്കും ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക? ഇവർ രണ്ടുപേരുടെയും കൂടിക്കാഴ്ചയുടെ പിന്നിലെ ഉദ്ദേശം എന്തായിരുന്നിരിക്കും എന്നെല്ലാം ശാലിനി ആലോചിക്കുമ്പോൾ മധുശ്രീ മനസ്സിൽ പറഞ്ഞു, അത് നീ എത്ര തല പുകച്ചാലും കണ്ടെത്താൻ കഴിയില്ല ശാലിനി. ഇന്നത്തോടെ എല്ലാത്തിനും അവസാനമാകും. നീ അതുമാത്രം കരുതിയിരുന്നാൽ മതിയെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിയോടെ മധുശ്രീ ശാലിനിയെ നോക്കി. അപ്പോഴേക്കും ആകെ ആശങ്കയോടെ കാർത്തിക വിഷ്ണുവിനരികിൽ നിൽക്കുന്നത് ശാലിനി ശ്രദ്ധിച്ചു. ശാലിനിയുടെ ആ നോട്ടം കണ്ടതോടെ മധുശ്രീ കാർത്തികയെ ഒന്ന് രൂക്ഷമായി നോക്കി. ഭയത്തോടെ നോക്കുന്ന കാർത്തിക ആകെ വിഷമത്തോടെ മധുശ്രീയെ തന്നെ നോക്കുമ്പോൾ കാർത്തികയുടെ മുഖത്തേക്ക് നോക്കി മധുശ്രീ വേഗം പോകാനായി തലകൊണ്ട് ആംഗ്യം കാട്ടി. അപ്പോഴേക്കും മധുശ്രീയുടെ ആ ആവശ്യം മനസ്സിലാക്കിയ കാർത്തിക ഒന്നും മിണ്ടാതെ മറ്റാരും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി പതിയെ കിച്ചണിലേക്ക് കയറിപ്പോയി. അപ്പോഴാണ് മധുശ്രീ വേഗം തന്നെ താഴേക്ക് ഇറങ്ങി വന്നത്. എല്ലാവരും പിറന്നാൾ ആഘോഷത്തിൽ അങ്ങനെ പങ്കുചേർന്ന് നിൽക്കുമ്പോൾ താഴേക്ക് ഇറങ്ങി വന്ന മധുശ്രീ അവിടെ നിൽക്കുന്ന പപ്പിയുടെയും സത്യയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ആ എൻ്റെ ബർത്ത്ഡേ ഗേൾസ് ഇവിടെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും നോക്കി, കൊള്ളാം, നല്ല ക്യൂട്ട് ബേബീസായി മാറിയിട്ടുണ്ട് കേട്ടോ എന്ന് രണ്ടുപേരോടും പറഞ്ഞ് അങ്ങനെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പപ്പി വേഗം സത്യയുടെ ചെവിയിലേക്ക് പറഞ്ഞു, ബാഡ് ഗേളാ ഇത്, ബാഡ് ഗേൾ എന്ന്. അത് കേട്ട് സത്യയും പപ്പിയും വലിയ ദേഷ്യത്തോടെ മുന്നിൽ നിൽക്കുന്ന മധുശ്രീയെ നോക്കുമ്പോൾ മധുശ്രീ പറഞ്ഞു, അതെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ഇന്നൊരു നല്ലൊരു ഗിഫ്റ്റ് തരുന്നുണ്ട് കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലാത്ത ഒരു മനോഹരമായിട്ടുള്ളൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ശാലിനിയെ രൂക്ഷമായി നോക്കുന്ന മധുശ്രീയുടെ ആ സംസാരവും പെരുമാറ്റവും ഒട്ടും ഇഷ്ടപ്പെടാത്തതുപോലെ ശാലിനി നോക്കി. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, മതി മതി മതി, നിന്റെ ഗിഫ്റ്റിന്റെ കാര്യമൊക്കെ അത് മതി, നിർത്തിക്കും. അല്ല, ഇനിയും ചടങ്ങുകളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. കേക്ക് മുറിക്കുന്നതിന് വേണ്ടി ശ്യാമെ വേഗം പോയി കേക്ക് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് ശ്യാമയോട് രാഘവൻ നായർ കേക്ക് എടുക്കാനായി പറഞ്ഞയച്ചു. ശരി അച്ഛ എന്ന് പറഞ്ഞ് ശ്യാമ കേക്ക് എടുക്കാൻ കിച്ചണിലേക്ക് പോകുമ്പോൾ മധുശ്രീ വല്ലാത്ത ആശങ്കയിലായി. അല്ല, ഇനിയിപ്പോ ശ്യാമ കേക്ക് എടുക്കാൻ പോവുകയാണെങ്കിൽ അവിടേക്ക് ആ കാർത്തികയും പോയിരിക്കുകയാണല്ലോ. കാർത്തിക അതിൽ ആ വിഷം കലർത്തുന്നത് ശ്യാമ കണ്ടാൽ ഇന്നത്തോടെ എല്ലാത്തിനും തിരശ്ശീല വീഴും. പിന്നെ കാർത്തികയെ സത്യഭാമയുടെയും ശാലിനിയുടെയും മുന്നിൽ വെച്ച് അവൾ കാണിക്കുന്നതെല്ലാം കള്ളങ്ങളായിരുന്നുവെന്നും അവളൊരു ഇവിടെ വന്ന് വിഷ്ണുവിന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുകയാണെന്നുള്ള സത്യം അവർ തിരിച്ചറിയും. അതിനു മുമ്പ് അതെങ്ങനെയാ ഒന്ന് തടയുക എന്നെല്ലാം മധുശ്രീ തലപുകഞ്ഞാലോചിച്ചു. അപ്പോഴാണ് കിച്ചണിലേക്ക് എത്തിയ കാർത്തിക ആ കേക്ക് നോക്കിയത്. ഹാപ്പി ബർത്ത്ഡേ സത്യ പത്മിനി എന്ന് എഴുതിയിരിക്കുന്ന ആ കേക്ക് കണ്ടതും വല്ലാത്ത ആശങ്കയോടെ കാർത്തിക ആലോചിച്ചു, ദൈവമേ, ഞാനിനി എന്താ ചെയ്യുന്നത്? ഇതിൽ ഈ മരുന്ന് ഞാൻ വെക്കണോ എന്ന് ആലോചിച്ച് കാർത്തിക ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ മധുശ്രീ പറഞ്ഞു, അതെ, നീ ഇന്ന് ചെയ്യേണ്ടത് ഞാൻ ആവശ്യപ്പെട്ടതുപോലെയുള്ള ഉപകാരമാണ്. അതല്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ സത്യാമ്മയ്ക്ക് അരികിലേക്ക് എൻ്റെ ഒരു ഫോൺ കോൾ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞ് കാർത്തികയെ ഭീഷണിപ്പെടുത്തിയത് കാർത്തിക ഓർമ്മിച്ചു. ഇനി എന്തായാലും ഈശ്വരന്മാര് തന്നെ എല്ലാത്തിനും ഒരു തുണയാവട്ടെ. തൽക്കാലം എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല. ഈ തെറ്റ് ചെയ്യാതെ വേറെ ഒരു പോംവഴിയുമില്ലല്ലോ ഈശ്വര. ഇനി എന്താ ഞാൻ ചെയ്യുക? എല്ലാം ഭഗവാൻ മാത്രം ഇനി തുണയായിട്ടുള്ളൂ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കാർത്തിക ആ മരുന്ന് അതിലെവിടെ വെക്കുമെന്ന് ആലോചിച്ചു. അപ്പോഴാണ് കേക്കിൽ ഒരു ചെറി ഇരിക്കുന്നത് കാർത്തിക ശ്രദ്ധിച്ചത്. ആ ചെറി പതുക്കെ കാർത്തിക കയ്യിലെടുത്തു. ഇതിൽ തന്നെ വെക്കാതെ, അതാണ് സേഫ് എന്നാലോചിച്ച് കാർത്തിക വേഗം ആ ചെറിക്കുള്ളിൽ ആ മരുന്നെടുത്ത് വെച്ചു. എന്നിട്ട് അത് വളരെ ഭദ്രമായി തന്നെ ആ കേക്കിലേക്ക് തിരിച്ച് ഫിക്സ് ചെയ്തു. അപ്പോഴാണ് അവിടേക്ക് ശ്യാമ കേക്ക് എടുക്കാനായി എത്തിയത്. ശ്യാമ അരികിൽ അകത്തേക്ക് എത്തിയതും കാർത്തികയെ എന്ന് വിളിച്ചതും കാർത്തിക കേക്കിനരികിൽ ആ കേക്ക് തുറന്നിരിക്കുന്നതും കണ്ടതോടെ അരികിലേക്ക് എത്തി ശ്യാമ ചോദിച്ചു, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ഉടനെ കാർത്തിക പറഞ്ഞു, അല്ല, ഞാൻ ഈ കേക്കൊന്ന് കാണാൻ വേണ്ടി, എന്താ അതിന്റെ ഡിസൈൻ ഒന്ന് അറിയാൻ വേണ്ടി വെറുതെ നോക്കിയതാ എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, അത് അവിടെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും കാണാവല്ലോ, എന്താ ഇതിന്റെ ഡിസൈൻ എന്ന്. അപ്പോ നിനക്കും കണ്ടാൽ പോരെ എന്ന് ചോദിച്ച് ശ്യാമ അതെടുത്തുകൊണ്ട് വേഗം പോകുന്നു. ഈ സമയത്ത് കാർത്തിക അതിൽ മരുന്ന് വെച്ചതിന്റെ ആ കവർ, ആ കേക്ക് ഇരുന്ന ആ ടേബിളിന് മുകളിൽ ആ കവറും വെച്ചിരുന്നു. അബദ്ധത്തിൽ അങ്ങനെ ആ കവർ ആ ടേബിളിന് മുകളിൽ തന്നെ വീണ് കിടന്നു. ഈ സമയത്ത്
കേക്ക് കട്ട് ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കേക്കുമായി ശ്യാമ അവിടേക്ക് വരുന്നത് കാത്തുനിന്നു. അപ്പോഴാണ് ശ്യാമ കേക്കുമായി അവിടെ ഹാളിലേക്ക് എത്തിയത്. ശ്യാമ ടേബിളിനരികിൽ കൊണ്ടുവന്ന് കേക്ക് വെച്ചതും അല്ല കേക്ക് എടുക്കാൻ പോയ ആളെവിടെയെന്ന് ചോദിച്ച് രാഘവൻ നായർ സംശയം പ്രകടിപ്പിക്കുമ്പോഴാണ് കേക്കുമായി അവിടേക്ക് എത്തിക്കഴിഞ്ഞത്. എന്നാ ഇനി കേക്ക് മുറിക്കാവല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ, ആദ്യം കുട്ടികളെല്ലാവരുടെയും ആശീർവാദം മേടിക്കട്ടെ സാറേ എന്ന് പിള്ളേച്ചൻ അഭിപ്രായപ്പെട്ടു. അതും ശരി തന്നെയാണ് എന്ന് പിള്ളേച്ചന്റെ വാക്കുകൾ അംഗീകരിക്കും വിധത്തിൽ രാഘവൻ നായർ സമ്മതം മൂളിയതും ഉടനെ തന്നെ കുട്ടികൾ രണ്ടുപേരും നേരെ സത്യാമ്മയുടെ അടുത്ത് ചെന്ന് അനുഗ്രഹം വാങ്ങിക്കാനായി സത്യാമ്മയുടെ കാൽക്കൽ കിടന്നു. ഈ സമയത്ത് സത്യഭാമ കുട്ടികളെ രണ്ടുപേരെയും അനുഗ്രഹിക്കാൻ മടികാട്ടി നിൽക്കുന്നതുകൊണ്ട് രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, കാൽച്ചൂട്ടിൽ വന്ന് നിൽക്കുന്നത് കുട്ടികളാണ്. കുട്ടികളെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോ അവരെ കണ്ടില്ലെന്ന് നടിച്ചാൽ, അവരെ ആശീർവാദിക്കാതെ പറഞ്ഞയച്ചാൽ അത് ഈശ്വരകോപം വിളിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും എന്ന് രാഘവൻ നായർ സത്യഭാമയെ നോക്കി പറഞ്ഞു. അത് കേട്ട് നിന്ന് ആ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തിയ ഒരു കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, അതെന്താ രാഘവൻ സാറി പറയുന്നത്? സത്യാമ്മ തന്റെ പേരക്കുട്ടികളെ അനുഗ്രഹിക്കാതിരിക്കുവോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സത്യഭാമ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് മധുശ്രീ പറഞ്ഞു, സത്യാമ്മ സ്വന്തം പേരക്കുട്ടിയെ ആശീർവദിക്കും, അത് ശരി തന്നെയാണ്. എന്നാൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആ കുട്ടി അതാരാണ് എന്ന് ചോദിച്ച് സത്യയെ ചോദ്യം ചെയ്യും വണ്ണം മധുശ്രീ ചോദ്യം ഉന്നയിച്ചപ്പോ ഇത് കേട്ടെന്ന് വിഷ്ണു എടി മധുശ്രീ എന്ന് ഉറക്കെ വിളിച്ചു. അത് കേട്ട ഉടനെ സത്യഭാമ പറഞ്ഞു, വിഷ്ണു, മധുശ്രീ നമ്മള് വിളിച്ചു വരുത്തിയ ഗസ്റ്റാണ്, അത് മറക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഓ എന്ന് പറഞ്ഞ് വിഷ്ണു മുഖം തിരിച്ചങ്ങനെ ഇരിക്കുമ്പോ രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, നിന്റെ കാൽക്കൽ ഇരിക്കുന്ന ആ കുട്ടികളും അങ്ങനെ തന്നെയാണ്, അത് നീയും മറക്കണ്ട എന്ന് രാഘവൻ നായർ ഒന്ന് കടുപ്പിച്ച സ്വരത്തിൽ പറഞ്ഞപ്പോ സത്യഭാമ തന്റെ ചുറ്റും നിന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഒന്ന് നോക്കി. അതിനുശേഷം സത്യാമ്മ കുട്ടികളെ അനുഗ്രഹിക്കാനായി തയ്യാറാകുന്നു. സത്യഭാമ തന്റെ കാൽച്ചൂട്ടിലിരിക്കുന്ന ആ രണ്ട് കുട്ടികളെയും പിടിച്ച് എഴുന്നേൽപ്പിച്ച് രണ്ടുപേർക്കും എല്ലാം നല്ലത് വരട്ടെ എന്ന് രണ്ടുപേരുടെയും കയ്യിൽ തൊട്ട് സത്യാമ്മ അനുഗ്രഹിച്ചു. തലയിൽ കൈവച്ചുകൊണ്ട് അങ്ങനെ സത്യഭാമ മക്കളോട് പറയുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. കുട്ടികളെ ചേർത്ത് പിടിച്ച് സത്യാമ്മ അങ്ങനെ അനുഗ്രഹിച്ചു കഴിയുമ്പോഴാണ് ശ്യാമ അവിടേക്ക് കേക്കുമായി എത്തുന്നത്. ശ്യാമ കേക്കും എടുത്ത് അവിടേക്ക് വരുന്നത് കണ്ടതോടെ പെട്ടെന്ന് മധുശ്രീ ആശങ്കപ്പെട്ടു. അല്ല, ശ്യാമ കേക്കുമായിട്ട് വരികയാണെങ്കിൽ മറ്റവളോടെ പോയി അവൾക്ക് ആ കേക്കിൽ മരുന്ന് വെക്കാൻ കഴിഞ്ഞോ? ഇനി ശ്യാമ കണ്ടുപിടിച്ചുവെങ്കിൽ അതോടെ തീർന്നോ എല്ലാം തന്നെ. വിഷ്ണുവിനെയും ശാലിനിയും എന്നേക്കുമായി അകൽത്തിയാമെന്നുള്ള എൻ്റെ ആ മോഹം അതോടെ അവസാനിക്കും. ഇനിയിപ്പോ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്നെല്ലാം മധുശ്രീ ആശങ്കയോടെ ആലോചിച്ചു. അപ്പോഴാണ് ടേബിളിന് മുകളിലിരിക്കുന്ന ആ കേക്കിലേക്ക് തന്നെ മധുശ്രീ ശ്രദ്ധിച്ചത്. കുട്ടികൾ ഈ സമയത്ത് നേരെ രാഘവൻ നായരുടെ അരികിലേക്ക് എത്തി രാഘവൻ നായരുടെ അനുഗ്രഹം വാങ്ങിക്കുന്നു. രാഘവൻ നായർ കുട്ടികളുടെ തലയിൽ കൈവച്ചുകൊണ്ട് എന്നും ഈ സന്തോഷവും ഈ സ്നേഹവും നിങ്ങൾക്കിടയിൽ ഉണ്ടാകട്ടെ എന്നും എന്നും ഇതുപോലെ പരസ്പര സ്നേഹത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്നും രാഘവൻ നായർ ആശംസിക്കുന്നു. അത് കേട്ട് എല്ലാവരും പുഞ്ചിരിയോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പിന്നീട് കുട്ടികൾ നേരെയും ശാലിനിയുടെ അരികിലേക്ക് ചെന്നു. ശാലിനിയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുമ്പോൾ തൻ്റെ ഇരുമക്കളും തൻ്റെ അരികിലെത്തി അനുഗ്രഹം വാങ്ങിക്കുന്നതിൻ്റെ സന്തോഷമായിരുന്നു ശാലിനിയുടെ മനസ്സിൽ. പപ്പിയെയും സത്യയെയും മനസ്സ് നിറഞ്ഞ് ശാലിനി അനുഗ്രഹിച്ചു. എന്നിട്ട് രണ്ട് മക്കൾക്കും കവിളിൽ ഓരോരുത്തരെയും കവിളിലായി ഉമ്മ കൊടുത്തുകൊണ്ട് ശാലിനി മക്കളെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. അങ്ങനെ അവരെ രണ്ടുപേർക്കും ഉമ്മ കൊടുക്കുന്ന കാഴ്ച കണ്ട് വിഷ്ണു പുഞ്ചിരിയോടെ നോക്കിയിരുന്നു. അവർ രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് ശാലിനിക്കും ഉമ്മ നൽകി. അതിനുശേഷം നേരെ കുട്ടികൾ ശ്യാമയുടെ അരികിലെത്തി ശ്യാമയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നു. ശ്യാമയുടെ അനുഗ്രഹം വാങ്ങി ശ്യാമയും മക്കളെ രണ്ടുപേരെയും ചേർത്ത് അവർ രണ്ടുപേരുടെയും കവിളത്ത് ഉമ്മ കൊടുത്തു. പിന്നീട് രോഹിത്തിൻ്റെ അരികിലെത്തി അവർ രണ്ടുപേരും അനുഗ്രഹം വാങ്ങിച്ചു. അങ്ങനെ മക്കളെ രണ്ടുപേർക്കുമായി അനുഗ്രഹം നൽകി അങ്ങനെ സന്തോഷിച്ച് നിൽക്കുമ്പോൾ വിഷ്ണുവിനെ നോക്കി ശാലിനി ദയനീയമായി നോക്കി. അതിനുശേഷം കുട്ടികൾ നേരെ ചെന്നത് വിഷ്ണുവിൻ്റെ അരികിലേക്കായിരുന്നു. വിഷ്ണു അച്ഛ എന്ന് വിളിച്ച് പപ്പി അരികിലേക്ക് ഓടിയെത്തിയതും സത്യയും അരികിലേക്ക് ചെന്നു. രണ്ടുപേരും വിഷ്ണുവിൻ്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ ഒരുങ്ങുമ്പോൾ ശാലിനി മനസ്സിൽ പറഞ്ഞു, വിഷ്ണുവേട്ട, യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ അനുഗ്രഹം വാങ്ങിക്കേണ്ടത് വിഷ്ണുവേട്ടൻ്റേത് തന്നെയാണ്. വിഷ്ണുവേട്ടൻ്റെ അനുഗ്രഹമാണ് അവർക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത്. അവർ രണ്ടുപേരും വിഷ്ണുവേട്ടൻ്റെ മക്കളാണ്. എന്നാൽ ആ സത്യം അതിലാരെങ്കിലും ഒരാളെയെങ്കിലും ചൂണ്ടിക്കാട്ടി അത് വിഷ്ണുവേട്ടൻ്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞു തരാനോ പറയുവാനോ ഉള്ള
ഭാഗ്യം എനിക്കില്ലാതെ പോയി എന്ന് ശാലിനി വേദനയോടെ മനസ്സിൽ ചിന്തിച്ചു. അപ്പോഴേക്കും മക്കളെ രണ്ടുപേരെ അനുഗ്രഹിച്ച് വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ഇരു കവിളിലുമായി രണ്ട് മക്കളും ഉമ്മ കൊടുത്തു. അത് കണ്ട് വിഷ്ണു ശാലിനിയെ ഒന്ന് നോക്കി. പിന്നീട് വിഷ്ണു തൻ്റെ രണ്ട് മക്കൾക്കും താൻ കരുതി വെച്ച സമ്മാനം അതിൽ ഒരു ബോക്സ് കയ്യിലേക്ക് എടുത്തു. ആ ബോക്സ് തുറന്നതും അതിലുണ്ടായിരുന്ന ആ സ്വർണ്ണമാല വിഷ്ണു അത് പപ്പിയുടെ കഴുത്തിൽ അണിയിക്കുന്നു. വിഷ്ണു ആ സ്വർണ്ണമാല പപ്പിയുടെ കഴുത്തിലിട്ട് കൊടുക്കുന്നത് കണ്ട് എല്ലാവരും പുഞ്ചിരിയോടെ നോക്കി നിന്നു. അതിനുശേഷം സത്യാമ്മയും വളരെ സന്തോഷത്തോടെ നോക്കുമ്പോൾ വെറുതെ തനിച്ച് ഒരു ഗിഫ്റ്റും വാങ്ങിക്കാതെ നിൽക്കുന്ന സത്യയെ കണ്ട് വിഷ്ണു സത്യയെ നോക്കി. അപ്പോഴേക്കും ശാലിനിയും തന്നെ നോക്കുന്നത് വിഷ്ണു ശ്രദ്ധിച്ചു. നിറഞ്ഞ കണ്ണുകളോടെ വിഷ്ണുവിനെ ശാലിനി നോക്കുന്നത് കണ്ട് വിഷ്ണു തൻ്റെ പോക്കറ്റിൽ കരുതിയ അടുത്ത ബോക്സും പുറത്തെടുത്തു. അതിൽ നിന്ന് ഒരു മാല വിഷ്ണു അതുപോലെ തന്നെ പപ്പിക്ക് നൽകിയതുപോലെയുള്ള സെയിം മാല തന്നെ സത്യയ്ക്കായി വിഷ്ണു കയ്യിലെടുക്കുന്നു. ആ മാല കയ്യിലെടുത്ത് അത് പപ്പിയുടെ കഴുത്തിലിട്ടതുപോലെ തന്നെ സത്യയുടെ കഴുത്തിലും ആ മാല വിഷ്ണു ഇട്ടുകൊടുക്കുന്നു. അത് കണ്ട് എല്ലാവരും പുഞ്ചിരിയോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സത്യാമ്മയ്ക്ക് മാത്രം ആ കാഴ്ച ഒട്ടും ഉൾക്കൊള്ളാനായില്ല. ശാലിനിയുടെ കുഞ്ഞിന് വിഷ്ണു സ്വർണ്ണമാല സമ്മാനിച്ചത് കണ്ട് വളരെ ഗൗരവത്തോടെ ശാലിനിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് സത്യഭാമ. ഈ സമയത്ത് ശാലിനി വിഷ്ണുവേട്ടൻ തൻ്റെ രണ്ട് മക്കളെയും സ്നേഹത്താൽ പൊതിയുന്നത് കണ്ട് നോക്കിയിരുന്നു. അപ്പോഴേക്കും വിഷ്ണു പപ്പിയോടും സത്യയോടും ചോദിച്ചു, ഇഷ്ടമായോ? ഇഷ്ടമായെന്ന് പറഞ്ഞ് സത്യ വിഷ്ണുവിന് ഉമ്മ കൊടുക്കുമ്പോൾ വിഷ്ണു സത്യയുടെ കവിളത്തും ഉമ്മ കൊടുത്തു. ആ കാഴ്ച കണ്ട് കണ്ണീരോടെ ശാലിനി അങ്ങനെ നോക്കുമ്പോൾ വിഷ്ണു വിഷമത്തോടെ ശാലിനിയെ നോക്കി. ആ രണ്ട് കണ്ണുകളും അവരുടെ ഇടയിൽ അവർ പരസ്പരം പറയാതെ പല വേദനകളും പങ്കുവയ്ക്കുന്നത് പോലെ നോക്കിയിരുന്നു. പിന്നീട് വിഷ്ണു രണ്ട് മക്കളോടുമായി ചോദിച്ചു, മറന്നോ? അത് കേട്ട ആ നിമിഷം രണ്ടുപേരും വിഷ്ണുവിൻ്റെ ഇരു കവിളത്തുമായി ഒരുമിച്ച് ഉമ്മ കൊടുക്കുന്നു. അങ്ങനെ വിഷ്ണു മക്കളെ ചേർത്ത് പിടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ അതൊട്ടും ഇഷ്ടപ്പെടാതെ സത്യഭാമ അങ്ങനെ നോക്കിയിരുന്നു. അപ്പോഴാണ് കാർത്തിക പുറത്തേക്ക് എത്തിയത്. കാർത്തികയെ കണ്ടതും മധുശ്രീ വേഗം അരികിലേക്ക് ചെന്നു. അപ്പോഴാണ് പപ്പി സത്യാമ്മയോട് ചോദിച്ചത്, അച്ഛമ്മേ എന്നാൽ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്ന് ചോദിച്ചതും ശരി കട്ട് ചെയ്യാമെന്ന് സത്യഭാമ ഉറപ്പ് നൽകി. അപ്പോഴേക്കും മധുശ്രീ വേഗം കാർത്തികയുടെ അരികിലേക്ക് ചെന്നു. എന്തായിടി എന്ന് ചോദിച്ചതും കാർത്തിക പറഞ്ഞു, വെച്ചു ആ കേക്കിലെ ചെറിക്കുള്ളിലാണുള്ളത് എന്ന് പറഞ്ഞപ്പോൾ മധുശ്രീ ആ കേക്കിലേക്ക് തന്നെ നോക്കി. ഇന്ന് അവൾ ഇല്ലാതാകുന്നത് അത് അവളുടെ വിധി തന്നെയാണ്. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ എല്ലാം ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വളരെ വിഷമത്തോടെ കാർത്തിക ശാലിനിയെ നോക്കുന്നു. ശാലിനി ഇതൊന്നും അറിയാതെ വിഷ്ണുവിൻ്റെയും മക്കളുടെയും സന്തോഷം കണ്ട് നിറഞ്ഞ മനസ്സോടെ കണ്ണീരണിഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുന്നു.